Okay. How many letters in Arabic alphabet? 28 letters. Okay. 28 letters. First letter. Alif. Second letter. Ba. Very good. Third letter. Ta. Very good. എഴുതാൻ പറ്റോ? നമുക്ക് നോക്കാം കേട്ടോ. ഇവിടെ വാ. First letter Alif. Okay. Second letter Ba. Third letter Ta. Fourth letter Sah. Sa. Alif, Ba, Ta, Sa, Jim. ജീമിന് മുകളിലാണ് കുത്ത് കേട്ടോ. സോറി, ജീമിന് എവിടെയാ കുത്ത്? ഉള്ളിലാ. ജീം ഹ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് ഏതാ? ഹ എന്ന ലെറ്ററിനെ കുറിച്ചിട്ടാണ് പഠിച്ചത് അല്ലേ? ഹ എന്ന ലെറ്റർ പഠിച്ചു. ഹയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുറച്ച് വാക്കുകളും പഠിച്ചു. ഓർമ്മയില്ലേ? ഹല്ലാത്തുൻ, ഹുർത്തൂമുൻ, ഹയ്യാറുൻ, ഹരീത്തത്തുൻ ഒക്കെ പഠിച്ചില്ലേ? ഓക്കെ. ടുഡേ we will study about letter dal. Letter dal. Okay. 1, 2, 3, 4, 5, 6, 7, 8 letter. 8 letter. Letter dal. Okay. Letter dal. Oh. ന്റെ പിന്നെ ബ്ലൂ കളറിന്റെ ബാക്കി രണ്ടെണ്ണം എഴുതിപ്പിച്ചിട്ടില്ല. അപ്പത്തേന് സമയം തീർന്നിരുന്നു. ഖൈറുൻ, ഖത്മുൻ, സീല്. പേജ് നമ്പർ 40 ആണോ? 39. ഓക്കെ. അതൊന്നുമില്ല മോളെ, ജസ്റ്റ് ഒന്ന് വായിക്കാൻ മാത്രമേ ഉള്ളതുള്ളൂ. ഖൈറുൻ, ഖത്തമുൻ. ബ്ലൂ കളറിലെ ഫസ്റ്റ് ഖൈത്തുൻ, സെക്കൻഡ് വൺ ഖൈറുൻ, തേർഡ് വൺ ഖത്തമുൻ. ഇതോ? Eighth letter dal. Today we will study about letter dal. Letter dal. Dal. Okay. ഇനി ദാലിന് നമ്മൾക്ക് അകാരം, വികാരം, ഉകാരം ചിഹ്നങ്ങൾ ചേർത്ത് കൊടുത്തു നോക്കാം. എങ്ങനെയാ? ശ്രദ്ധിച്ചോണേ. ഇതാണ് ലെറ്റർ ദാൽ. ദാലിന് നമ്മൾ എന്താ ഫത്തഹ ഇട്ട് കൊടുക്കുന്നു. ഇപ്പൊ എന്താ വായിക്കുന്നേ? ആർക്ക് മെൻഷൻ ചെയ്യാൻ പറ്റും? ദ. വെരി ഗുഡ്. ദ. ദ. എന്താ ഇത്? ദി. ദി. വെരി ഗുഡ്. ഇതോ? ദു. ദു. വെരി ഗുഡ്. മിസ് വിചാരിച്ച നിങ്ങൾക്ക് അറിയില്ല, പറയാൻ പറ്റില്ല എന്നാണ് അല്ലേ? പറ്റില്ല എന്നാ വിചാരിച്ചേ? നിങ്ങൾ മിടുക്കന്മാരാണ് കേട്ടോ. ഓക്കെ. ദ, ദി, ദു. ഓക്കെ. ഇനി നമ്മൾ 2 വര വെച്ച് കൊടുത്താലോ? ശ്രദ്ധിക്കണേ. ഇത് ദാല്, ലെറ്റർ ദാല്. ഇത് ലെറ്റർ ദ അല്ലേ? ഇവിടെ മിസ് 2 വര കൊടുത്താൽ എന്താ വായിക്കുന്നേ? അറിയോ? ദൻ. ദൻ. ആരാ അത് പറഞ്ഞത്?
ദൻ. ഓക്കെ, നെക്സ്റ്റ്. ഇതെന്താ വായിക്കുന്നേ? ദീ എന്നാ വായിക്കുന്നേ. മിസ് ഇവിടെ 2 വര കൊടുത്തു. എന്താ വായിക്കുന്നേ? ദിൻ. വെരി ഗുഡ്. ഇതോ? ദുൻ. ദൻ, ദിൻ, ദുൻ. അതുപോലെ അലിഫിന് ഇട്ട് കൊടുത്താൽ അൻ, താഴിട്ട് കൊടുത്ത ഇൻ, ഉൻ. മിസ് പറഞ്ഞിരുന്നു ആദ്യത്തെ ക്ലാസ്സിലെ. ഓക്കെ, അപ്പോ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന പാഠം ഇതിനെ കുറിച്ചാ? ലെറ്റർ ദാലിനെ കുറിച്ചാണ്. ദാക്ക് ഫത്തഹും കസ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുള്ള വാക്കുകള് പരിചയപ്പെടാം. ഓക്കെ, ആർ യു റെഡി? ഓക്കെ, പേജ് നമ്പർ 42. പേജ് നമ്പർ 42. എടുത്തോ? ലെറ്റർ ദാല് കണ്ടോ? എല്ലാവരും കണ്ടോ? പേജ് നമ്പർ 42-ല് ദാൽ എന്ന് പറഞ്ഞ ലെറ്റർ കണ്ടോ മക്കളെ? ഓക്കെ, കണ്ടു. സൂര്യദേവ് റെസ്പോണ്ട് ചെയ്യും മിസ്സിനോട്. ഓക്കെ, ഹാപ്പി അല്ലേ എല്ലാവരും? മടുക്കുന്നുണ്ടോ? അറബി പഠിക്കുമ്പോ മടുക്കുന്നുണ്ടോ? മടുപ്പ് വരുന്നുണ്ടോ? മിസ് നിങ്ങളെയൊക്കെ വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണുന്നുണ്ട് മിസ്സിനെ. ഓക്കെ, ഓക്കെ. അപ്പൊ ലെറ്റർ ദാലിന്റെ പാഠം എടുത്തിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്താ? ആതിര, വീഡിയോ ഓഫ് ചെയ്ത് കോലം മോളെ പറ. മിസ്സേ സ്ട്രെക്കായി പോന്നിയാ മിസ്സേ. നോ പ്രോബ്ലം, സോറി. എന്താ ഫസ്റ്റ് കാണുന്ന പിക്ചർ എന്താ? നിങ്ങൾ പാഠം എടുത്തിട്ടുണ്ടോ മിസ്സിന് അറിയണ്ടേ? സെറ, അവിടെ കാണുന്ന ഫസ്റ്റ് പിക്ചർ എന്താ മക്കളെ? പൂവൻകോഴി അല്ല ഫസ്റ്റ് വരുന്നത്. ദാൽ എന്ന അക്ഷരത്തിന് ഫത്തഹും കസ്റും നമ്മൾ ഇട്ട് കൊടുക്കണ്ടേ? ഫസ്റ്റ് നമ്മൾ ഏതാ ഇടുന്നേ? ഫത്തഹല്ലേ, മുകളിലല്ലേ വര വരുന്നേ? അപ്പൊ മുകളിൽ വരുന്ന പേരേതാ? ഹെന്നിനെ കാണുന്നില്ലേ നിങ്ങൾ അവിടെ? ഹെന്നിന്റെ താഴെയുള്ള അക്ഷരം നോക്കൂ, റെഡ് കളറിൽ എഴുതിയിരിക്കുന്നേ. ദാലേ, ദാലേ അവിടെ ഹെന്നിനെ. ഓക്കെ, അപ്പോ ദ എന്ന അക്ഷരം അവിടെ ഉണ്ട്. അപ്പോ ഹെന്നിന്റെ അറബിക് വേർഡ് ആണ് മിസ് പറയാൻ പോകുന്നത്. ദജാജത്തുൻ. ദജാജത്തുൻ. ദ-ജ-ജ-തുൻ. ദ എന്ന അക്ഷരം പഠിച്ചില്ലേ ഓൾറെഡി? ദാല് എന്ന അക്ഷരത്തിന് ഫത്തഹ ഇട്ട് കൊടുത്താൽ, അതായത് മുകളിൽ വരയിട്ട് കൊടുത്താൽ ദ എന്ന് വായിക്കും. ഓക്കെ, ദജാജത്തുൻ. ദ-ജ-ജ-തുൻ. ദജാജത്തുൻ, ഹെൻ. ഓക്കെ, ദജാജത്തുൻ. ഇനി മിസ്സേ കേട്ടില്ല, ഞാൻ എഴുതിയില്ല എന്നൊന്നും പറയരുത്. ശ്രദ്ധിച്ചോളൂ, മിസ് കൂടുതൽ പ്രാവശ്യം പറയുന്നുണ്ട് അല്ലെ? ഹെന്നിന്റെ അറബിക് വേർഡ് ദജാജത്തുൻ. ദജാജത്തുൻ. ദ-ജ-ജ-തുൻ. ദജാജത്തുൻ. ഓക്കെ, നിങ്ങൾ എഴുതി വെക്കണമെന്നില്ല, നിങ്ങളെ മൈൻഡിൽ ഉണ്ടായാൽ മതി. കൂടുതൽ തവണ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മൈൻഡിൽ എന്തായാലും ഉണ്ടാവും. ഹെന്നിനെ കാണുമ്പോ നമുക്ക് ആ പേര് ഓർമ്മ വരണം. ദജാജത്തുൻ. വെരി ഗുഡ്. ദജാജത്തുൻ. ഓക്കെ, ദജാജത്തുൻ മീൻസ് ഹെൻ. അവിടെ പിക്ചർ ഉണ്ട് അല്ലേ? ഹെൻ. നെക്സ്റ്റ് ദ കഴിഞ്ഞു കഴിഞ്ഞാൽ നെക്സ്റ്റ് ഏതാ അക്ഷരം വരുന്നേ? ദി. ദിയിലാണ് വരുന്നത്. ഓക്കെ, ദിയില് വരുന്നത് എന്താ? അവിടെ ഒരു കോക്ക് ഉണ്ട് അല്ലെ? പൂവൻകോഴിയില്ലേ? അതിന്റെ താഴെ എഴുതിയിരിക്കുന്ന വാക്ക് ദീകുൻ. 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 ദീകുൻ മീൻസ് കോക്ക്. COCK. കോക്ക്.
Dikun. Dikun. Yeah, very good. Dikun. 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 Dikun means cock. Okay. Dikun. Next. Appo da I, di I. Next ഏത് വരും? Du. Dul എവിടെ? Du. Dul അവിടെ കൊടുത്തിരിക്കുന്ന പിക്ചർ നോക്കി, പിക്ചറിന് താഴെ du ആണ് അല്ലേ? പിക്ചർ ആരുടേതാ? കരടി. Yeah, bear. Okay. Bear. Bearന്റെ അറബിക് വേർഡ് ദുബുൻ. 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 ബാ ഡബ്ലിഷ് ചെയ്തിട്ട് ഉറക്കെ കട്ടി കൂട്ടി പറയാ. ദുബുൻ. ബാന്റെ മുകളിൽ ഡബ്ല്യു പോലത്തെ ഒരു സാധനം ഇല്ലേ? സദ് എന്നാ പറയാ അതിനാ. ഓക്കെ. ദുബുൻ. 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 ദുബുൻ means bear. ഓക്കെ. ഇനി നമ്മൾക്ക് പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്ന 3 വാക്കുകൾ പരിചയപ്പെടാം. ആർ റെഡി? പിങ്ക് കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വേർഡ് ദഫുൻ. 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 ദഫ് കണ്ടിട്ടുണ്ടോ നിങ്ങളെ? ദഫ് കണ്ടിട്ടുണ്ടോ? ഷംവീലിനെ അറിയാം അല്ലെ? എന്താ ഷംവീല ദഫ്? ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് ആണ് അല്ലെ? ദഫ് മുട്ടിട്ട് പാട്ടൊക്കെ പാടുന്ന കേട്ടിട്ടുണ്ടോ നിങ്ങള്? കേട്ടിട്ടുണ്ട് അല്ലെ? ഓക്കെ. ദഫുൻ. നെക്സ്റ്റ് ദഫ് മുട്ടൊക്കെ കേട്ടിട്ടില്ലേ നിങ്ങൾ? കണ്ടിട്ടില്ലേ? ഓക്കെ. സെക്കൻഡ് വൺ ദാജിനുൻ. ദാജിനുൻ. സെക്കൻഡ് വൺ ദാജിനുൻ. 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 സൂര്യദേവ് ചായ കുടിച്ചില്ലേ മോനെ? കുടിച്ചോ? കുടിച്ചോ? യാ. ഓക്കെ. ദാജിനുൻ. ദാജിനുൻ means domestic. ഡൊമസ്റ്റിക്. ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ? എന്താ ഡൊമസ്റ്റിക് എന്ന് പറഞ്ഞാല്? ദേവാഞ്ജന. അയ്യാ. ഡൊമസ്റ്റിക്. ദാജിനുൻ. ഡൊമസ്റ്റിക്. റസീൻ യൂസഫ് എന്തിനാ ഇതിനകത്ത് കയറിയേ? റസീൻ. റസീൻ ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ? റസീൻ 1ാം ക്ലാസ്സിലല്ലേ? 1ാം ക്ലാസ്സിന് ടൈം നോക്കും മോനെ അറബിന്റെ. പത്തേ മുക്കാല് മുതലാണ് റസീന് ക്ലാസ്. റസീൻ റസീനല്ല അഫ്രാസാണ്. ഓക്കെ.
റസീൻ യൂസഫിന്റെ പേര് കാണുന്നുണ്ട്, UKG കഴിഞ്ഞ പ്രാവശ്യം ഉണ്ടായത്, അതാ മിസ് ചോദിച്ചത് കേട്ടോ. മിസ് ഓക്കേ, മിസ് ടെൽ മീ. എനിക്ക് റോസ് കളറിലെ ഫസ്റ്റ് വൺ കിട്ടിയില്ല. ദഫുൻ, ദഫുൻ. അതിന്റെ മീനിങ് പറഞ്ഞു തരുവാ? മീനിങ് എന്ന് പറഞ്ഞാൽ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്. ദഫ് കണ്ടിട്ടുണ്ടോ മോളെ? ദഫ് തന്നെയാണ് അതിന്റെ മീനിങ്. തുകൽ വെച്ചിട്ടുണ്ട്. ആ യാ. Second one, dajinun. Dajinun, domestic. Third one, dawatun. Dawatun. Third one, dawatun. 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 നിങ്ങൾ പഠിച്ച അക്ഷരം ഏതാണ്? ദ അല്ലേ? ദവാത്തുൻ. ദവാത്തുൻ. ദവാത്ത് മീൻസ് ഇങ്ക് പോട്ട്, അതായത് മഷിക്കുപ്പി, ഇങ്ക് പോട്ട്. ദവാത്തുൻ, ഇങ്ക് പോട്ട്. ദവാത്തുൻ. യാ. ദവാത്തുൻ. നെക്സ്റ്റ്, ഇത് മൂന്നും കംപ്ലീറ്റ് ചെയ്തല്ല? എഴുതിയല്ലോ എല്ലാവരും? ഓക്കെ. ഇനി ദഫുൻ. ദഫ് തന്നെയാണ് ദഫിന്റെ മീനിങ്. ദഫ് അറിയില്ല അഫ്രാസിന്? അഫ്രാസ് അറിയാം, ദഫിന് വേറെ മീനിങ് ആണ്. ഓക്കെ, കുഴപ്പമില്ല. ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വേർഡ്, ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് ലെറ്റർ എന്താന്ന് നോക്കിയേ. ദ ആണോ, ദി ആണോ, ദു ആണോ? ദ. ദവാഉൻ. 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 ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വേർഡ് ആണ് മിസ് പറയുന്നത്. ദവാഉൻ. 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 മിസ്സിന്റെ കൂടെ പറഞ്ഞു നോക്കിയേ. ദവാഉൻ. 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 ദവാഉൻ means medicine. 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 ദവാഉൻ എന്ന വേർഡിന്റെ ഇംഗ്ലീഷ് മീനിങ് മെഡിസിൻ. എഴുതിയോ? ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വേർഡ് വായിക്കുന്നത് ദവാഉൻ. ദവാഉൻ മീൻസ് മെഡിസിൻ. ഇനി സെക്കൻഡ് വേർഡ്, ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന സെക്കൻഡ് വേർഡ് ദഅവത്തുൻ. 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 Say all of you. നിങ്ങൾ നാവൊക്കെ ഇങ്ങനെ വഴങ്ങി വരട്ടെ. മിസ്സിന്റെ കൂടെ പറഞ്ഞേ. ദഅവത്തുൻ.
ദഅവത്തുൻ ദഅവത്തുൻ. ട്രൈ ചെയ്താൽ എന്തായാലും പറയാൻ കിട്ടും മോനെ. ഫസ്റ്റ് ടൈം അങ്ങനെയൊക്കെ ഉണ്ടാവും. മിസ്സും പഠിക്കുന്ന സമയത്ത് അങ്ങനെയായിരുന്നു. മിസ്സിനൊന്നും എല്ലാ ലെറ്ററും ഒന്നും പറയാൻ പറ്റില്ലായിരുന്നു. പഠിച്ച് വരുമ്പോ നമുക്ക് ഈസി ആവും ട്ടോ. ഫസ്റ്റ് ടൈം ആർക്കും പറയാൻ പറ്റണമെന്നില്ല. കുറെ പ്രാവശ്യം പറഞ്ഞു നോക്കുമ്പോ അത് ഓക്കെ ആവും. ഓക്കെ, പറയാൻ കിട്ടുന്നില്ലെന്ന് വെച്ച് പറയാതിരിക്കരുത്. ദഅവത്തുൻ. ദഅവത്തുൻ മീൻസ് ഇൻവിറ്റേഷൻ. Invitation. Dawat means invitation. Okay. Green color la എഴുതിയിരിക്കുന്ന second word. ദഅവത്തുൻ. ദഅവത്തുൻ. ആതിര, വെള്ളം കുടിച്ചിട്ട് വന്ന് കുറച്ച് പോ പെട്ടെന്ന്. Dawatun. Dawatun means invitation. ശംബീലെ, ഞാൻ ജനലിന് നേരെ ഇരിക്കുന്നത് കൊണ്ട് ശംബീലിനെ കാണാൻ പറ്റുന്നില്ല മിസ്സിനെ. അതിന്റെ ഫ്ലാഷ് വെച്ച് ഇങ്ങോട്ടാ അടിക്കുന്നത്. ഷംവീലിന്റെ ഫേസ് കാണുന്നില്ല മിസ്സിന്. അരോൺ ഓക്കെ. ഇപ്പൊ ദീകുൻ. 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 ദീകുൻ means cock. നിങ്ങളുണ്ടല്ലോ മിസ് പഠിപ്പിക്കുന്ന ഓരോ വേർഡും നിങ്ങൾക്ക് ചുറ്റുള്ള വസ്തുക്കളാണല്ലേ. മിസ് പഠിപ്പിക്കുന്ന ഓരോന്നും നിങ്ങൾക്ക് ചുറ്റുള്ളതാണ്. അപ്പൊ അതിനൊക്കെ കാണുമ്പോ എന്ത് ചെയ്യാ, അതിന്റെ അറബിക് വേർഡ് ഓർമ്മിക്കുക. അത് പലതവണ പറഞ്ഞു പഠിക്കുക. അനിയന്മാർക്കോ അനിയത്തിയർക്കോ പറഞ്ഞു കൊടുക്കുക. അച്ഛനോ അമ്മക്കോ ആർക്കെങ്കിലും പറഞ്ഞു കൊടുക്കുമ്പോഴുണ്ടല്ലോ നിങ്ങൾ പഠിച്ച ഒരു കാര്യം ഒരിക്കലും മറക്കൂല. നിങ്ങൾ പഠിച്ചത് ഇങ്ങനെ മനസ്സിൽ ഇതിലേ കേട്ട് ഇതിലേ വിട്ട് കഴിഞ്ഞാൽ ഒന്നും ഓർമ്മയൊന്നും ഉണ്ടാവില്ല. മിസ് വായിക്കുന്ന വേർഡ് അതുപോലെ മലയാളത്തിൽ അവിടെ എഴുതി വെച്ചാൽ ഓർമ്മയുണ്ടാവില്ല. നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങൾ പഠിച്ച കാര്യം നിങ്ങൾ അനിയനോ പഠിക്കാൻ വരുമ്പോ ഫ്രണ്ട്സിനോ അവർക്കൊക്കെ പറഞ്ഞു കൊടുക്കുക. ഇപ്പൊ എല്ലാ സ്കൂളിലും അറബി ഉണ്ടാവണമെന്നില്ല അല്ലെ. നിങ്ങൾ എന്താ ഒരു ലാംഗ്വേജും കൂടെ ഇവിടെ പഠിക്കുക. നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം, എന്താ ഞാൻ അറബിയും കൂടെ പഠിക്കുന്നുണ്ട് അല്ലെ. ഓൾറെഡി നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നുണ്ട്, ലാംഗ്വേജ് ഹിന്ദി പഠിക്കുന്നുണ്ട്, മലയാളം. അപ്പൊ എന്തായി, അറബി ഒരു ലാംഗ്വേജും കൂടെ നിങ്ങൾക്ക് കിട്ടിയല്ലേ. കിട്ടിയില്ലേ? സംസ്കൃതം പഠിക്കുന്നവരുണ്ട് ആരെങ്കിലും? ഇല്ല. അപ്പൊ നിങ്ങൾക്ക് അഭിമാനിക്കാം ഈ ഒരു കാര്യത്തിന് വേണ്ടിട്ട് അല്ലെ. അപ്പൊ എന്ത് ചെയ്യാ, നിങ്ങൾ പഠിക്കുന്ന കാര്യം അനിയത്തിക്കോ അനിയനോ ചേട്ടനോ ചേച്ചിക്കോ വീട്ടിലെ ആർക്ക് അയൽവാസികൾക്കോ ആർക്ക് വേണേലും പറഞ്ഞു കൊടുക്കാം. ഇപ്പൊ നിങ്ങൾ എന്തായാലും കോക്ക് നിങ്ങളെ വീട്ടിലോ വീട്ടിന്റെ അടുത്തോ എവിടെയെങ്കിലും ഉണ്ടാവൂലേ, പൂവൻ കോഴി ഉണ്ടാവൂലേ. അപ്പൊ അതിനെ കാണുമ്പോ അതിന്റെ അറബിക് വേർഡ് എന്താ, ദീകുൻ. ദീകുൻ പറഞ്ഞു കൊടുക്കാം. ഹെന്നെ കാണും ദജാജത്തുൻ. ബിയർ ഉണ്ടാവണമെന്നില്ല, അത് പറയണ്ട, പൊട്ട ഒഴിവാക്കി. ദജാജത്തുൻ അല്ലെ. ഇപ്പൊ നിങ്ങൾക്ക് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ എന്ത് കിട്ടും, മെഡിസിൻ കിട്ടും, മരുന്ന് കിട്ടൂലേ. അതിന്റെ അറബിക് വേർഡ് എന്താ, ദവാഉൻ. ദവാഉൻ. ഓക്കെ. നിങ്ങൾക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടലുണ്ടോ? ഓക്കെ. ദഅവത്തുൻ. ഗ്രീൻ കളറിലെ സെക്കൻഡ് വണ്ടിന്റെ മീനിങ് എന്തുവാ? ഇൻവിറ്റേഷൻ. ഇൻവിറ്റേഷൻ. INVITATION. ഇൻവിറ്റേഷൻ. ഓക്കെ. നെക്സ്റ്റ് ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന തേർഡ് വേർഡ്. ഓക്കെ. ദുഹാനുൻ. ദുഹാനുൻ. ദു അവിടുത്തെ ഫസ്റ്റ് ലെറ്റർ നോക്കൂ. ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്നത് ദ ആണോ ദി ആണോ ദു ആണോ? ദു. വെരി ഗുഡ്.
അപ്പൊ ദുഹാനുൻ. നിങ്ങൾക്ക് ഒരു അറബിക് വേർഡ് തന്നാൽ അതിന്റെ ഫസ്റ്റ് ഉണ്ടാവുന്ന ലെറ്റർ ഏതാന്ന് വായിച്ചു നോക്കാം. അപ്പൊ ആദ്യം ആ ലെറ്ററിനെ അകാര ചിഹ്നാണോ ഇകാര ചിഹ്നാണോ ഉകാര ചിഹ്നാണോ എന്ന് മനസ്സിലാക്കിയിട്ട് വായിക്കാൻ ശ്രമിക്കാം. ഓക്കെ, ഫസ്റ്റിനെ കാണുമ്പോ എനിക്കിത് അറിയില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കാൻ പാടില്ല. പരമാവധി അത് ഒറ്റയ്ക്ക് തന്നെ വായിക്കാൻ ശ്രമിക്കാം. ഇനി ഞാനൊരു കാര്യം പറയട്ടെ. LKG UKG കുട്ടികളെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മിസ് അവർക്ക് അറബി പറഞ്ഞു കൊടുത്തത് കൊണ്ട് നന്നായിട്ട് ആൽഫബറ്റ് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾ അനിയനോ അനിയത്തിയോ പഠിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും. UKG 1ാം ക്ലാസ്സിലെ കുട്ടികൾ എന്തുണ്ട്, അലിഫ് മുതൽ യാ വരെയുള്ള 28 ലെറ്റേഴ്സ് അവർ കവർ ചെയ്തിട്ടുണ്ട്. അവരെ അക്ഷരങ്ങള് അകാരം വികാരം ഉകാരം ചിഹ്നങ്ങൾ ചേർത്ത് വായിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവർക്ക് പറ്റുന്നുണ്ട്. അപ്പോ നിങ്ങൾ എന്തായി, കുറച്ച് പഠിക്കാൻ ലേറ്റ് ആയി അല്ലേ? 4th ലും 6th ലും 7th ലും എത്തിയിട്ടാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നത്, അറബി സ്റ്റാർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് ഉണ്ടാവും. പക്ഷേ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ മാറിക്കോളും. മിസ് നിങ്ങളെ പരമാവധി ഹെൽപ്പ് ചെയ്യും. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും മിസ്സിനോട് ചോദിക്കാം. എന്താ മോളെ ആതിര? ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. പേഴ്സണൽ നമ്പറിലേക്ക് വിളിച്ച് ചോദിക്കാം, മെസ്സേജ് അയച്ചിട്ട് ചോദിക്കാം. പൊട്ടത്തെറ്റ് പഠിച്ചു വെക്കരുത്, അറിഞ്ഞു തന്നെ പഠിക്കാം. കാരണം നിങ്ങൾ വീട്ടിൽ എന്ത് ചെയ്യാ, അമ്മക്ക് അച്ഛൻ അറബി അറിയണമെന്നില്ല പറഞ്ഞു തരാൻ വേണ്ടിട്ട്, ബാക്കിയൊക്കെ ഓക്കെയാണ് അല്ലേ? അപ്പോ മിസ്സിനോട് ചോദിച്ചിട്ട് തന്നെ പഠിക്കാം കേട്ടോ, അറിയാത്തതൊന്നും. ഓക്കെ ഓക്കെ. ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന തേർഡ് വേർഡ് ദുഹാനുൻ. ദുഹാനുൻ മീൻസ് സ്മോക്ക്. സ്മോക്ക് അറിയില്ലേ? യാ, ദുഹാനുൻ മീൻസ് സ്മോക്ക്. സ്മോക്ക്. ഇൻവിറ്റേഷന്റെ എന്താ ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞത്? ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ആരാ? റസീനാണോ? സോറി, അഫ്രാസ് ആണോ? യെസ്. നമ്മൾക്കിപ്പോ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ എന്ന് കേട്ടിട്ടുണ്ടോ റസീൻ, അഫ്രാസ്? എന്തിനാ നമുക്ക് ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുന്നേ? ഓ, ഗ്രീൻ കളറിന് മൂന്നാമത്തെ കിട്ടിയില്ല. ദുഹാനുൻ. ദുഹാനുൻ. ദുഹാനുൻ മീൻസ് സ്മോക്ക്. ആതിര, ഇൻവിറ്റേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന് മലയാളം മീനിങ് അഫ്രാസ് യൂസഫിന് പറഞ്ഞു കൊടുത്തേ. യാ, ക്ഷണക്കത്തല്ല, ക്ഷണം. ഇൻവിറ്റേഷൻ ഓക്കെ. കിട്ടിയോ അഫ്രാസ്? ഓക്കെ. അപ്പൊ ഗ്രീൻ കളറിൽ എഴുതിയിരിക്കുന്ന മൂന്നാമത്തെ വേർഡ് ദുഹാനുൻ. ദുഹാനുൻ മീൻസ് സ്മോക്ക്. പെട്ടെന്ന് നോക്ക്, നമുക്ക് ഇതൊന്ന് കവർ ചെയ്യാലോ, ഇപ്പൊ ടൈം ഔട്ട് ആവാനായി. ദുഹാനുൻ. ദുഹാനുൻ മീൻസ് സ്മോക്ക്. ഇനി ബ്ലൂ കളറിലോട്ട് വരാം. ആർ യു റെഡി? മിസ് അത് പെട്ടെന്ന് പറഞ്ഞുതരാം. ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്ന ഫസ്റ്റ് വേർഡ് ദൽവുൻ. ദൽവുൻ. ദൽവുൻ മീൻസ് ബക്കറ്റ്. ബക്കറ്റില്ലേ, നമ്മൾ വെള്ളമൊക്കെ എടുത്തു വെക്കുന്ന സംഭവം ഇല്ലേ, ബക്കറ്റ്. ദൽവുൻ. 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 ആദിദേവ് പ്രമോദ് പെട്ടെന്ന്. ദൽവുൻ. ദൽവുൻ. നെക്സ്റ്റ് ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്ന സെക്കൻഡ് വേർഡ് ദഖീഖത്തുൻ. ദഖീഖത്തുൻ. ദഖീഖത്തുൻ മീൻസ് മിനിറ്റ്. ദഖീഖത്തുൻ. 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 ദഖീഖത്തുൻ മീൻസ് മിനിറ്റ്. MINUTE, മിനിറ്റ്. ദഖീഖത്തുൻ മിനിറ്റ്. ഓക്കെ. ബ്ലൂ കളറിൽ എഴുതിയിരിക്കുന്ന സെക്കൻഡ് വേർഡ് ദഖീഖത്തുൻ. ദഖീഖത്തുൻ മീൻസ് മിനിറ്റ്. ദഖീഖത്തുൻ മിനിറ്റ്. ദഖീഖത്തുൻ മിനിറ്റ്. തേർഡ് വൺ ദലീലുൻ. 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 ദലീലുൻ മീൻസ് ഗൈഡ്. ദലീലുൻ ഗൈഡ്. ദലീലുൻ
Dalilun. Dalilun means guide. G-U-I-D-E. Guide. G-U-I-D-E. Guide. Dalilun. Dalilun. Blue color il എഴുതിയിരിക്കുന്ന 3 വേർഡിൽ ഫസ്റ്റ് വൺ ദൽവുൻ means bucket. Second word daqiqatun. Daqiqatun means minute. Third one dalilun. Dalilun means guide. Okay. ഇനി എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ എന്റെ മക്കൾക്ക്? ദേവാഞ്ജന tell me. Madam, blue color first one എന്താ madam? Dalvun. Dalvun means bucket. Dalvun. 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 ദേവാഞ്ജന. ഇപ്പത്തെ പേരിട്ട വീടും ഹൗസിന്റെ നെയിം എന്തൊക്കെയതല്ലേ? നമ്മളെ ഹൗസിന്റെ അറബിക് പേര് മുന്നേ പഠിപ്പിച്ചിട്ടുണ്ട്. ബാ എന്ന ലെറ്ററിൽ മറിച്ച് നിങ്ങള് ഇവിടെ കൊടുക്കുന്ന വർക്ക് ഫിൽ ചെയ്യാനുള്ളത് ഈ ഒരു പേജിൽ മാത്രം ഉണ്ടാവുന്നതല്ല. നിങ്ങൾ മുന്നേ പഠിച്ച പാഠത്തിൽ നിന്ന് വരും. അതൊന്ന് സെർച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാ എഴുതി വെക്കാം കേട്ടോ. എന്തൊക്കെ മിസ് പഠിപ്പിച്ചിട്ട് ഇപ്പൊ നോക്കണ്ട മോളെ ദേവാഞ്ജന, ക്ലാസ് കഴിഞ്ഞിട്ട് കേട്ടോ. ഓക്കെ, ഇനിയൊന്നും ഡൗട്ട് ഇല്ലല്ലോ? ഉണ്ടോ? ടൈം ഓക്കെ ഇല്ല. ടൈം തീരാറായി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മിസ്സിനോട് ചോദിക്കാം. അക്ഷരങ്ങൾ ഇന്ന് പഠിച്ചത് ദാൽ എന്ന ലെറ്റർ ആണ്. അതിന് നമ്മൾ ഫത്തഹും കസറും നമ്മൾ ഇട്ട് കൊടുത്തിട്ട് ദാ ദീ ദു പഠിച്ചു. പിന്നെ തൻവീൻ ഫത്തഹ്, തൻവീൻ കസറ്, തൻവീൻ നമ്മൾ ഇട്ടു അല്ലേ? ദൻ ദിൻ ദുൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ പഠിച്ചല്ലേ? ഓക്കെ, അപ്പൊ നമ്മുടെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ടൈം ഏകദേശം കഴിയാറായിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നല്ല കുട്ടികളായിട്ട് വാ. ഓക്കെ.